ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ SSC CGL 2026 പരീക്ഷ എപ്പോൾ നടക്കും? കാരണം ആദ്യം ജൂൺ ജൂലൈ നടക്കുമെന്ന് പറഞ്ഞായിരുന്നു, പിന്നെ കലണ്ടർ മാറ്റി ഓഗസ്റ്റ് സെപ്റ്റംബർ ആയി. ഇതിപ്പോൾ ഇതുവരെ കലണ്ടറോ കാര്യങ്ങളോ എക്സാമിൻ്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി CGL പരീക്ഷ എപ്പോഴാണ് നടക്കുക? സെപ്റ്റംബറിൽ നടക്കുമോ, ഒക്ടോബറിൽ നടക്കുമോ, നവംബറിൽ നടക്കുമോ? ചില ആൾക്കാർ പറഞ്ഞ് ഡിസംബർ വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ നിങ്ങളോട് പറയാനുള്ളത്, SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുന്നത് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളെ പൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും വെറുതെ കണ്ട് നിങ്ങളെ സമയം കളയാതിരിക്കുക. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എക്സാമിൻ്റെ ഡേറ്റ് എന്നാന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. വേറൊരു കലണ്ടർ വന്നിട്ടുണ്ട് എക്സാമിൻ്റെ. SSC നടന്ന വേറെ 2 പരീക്ഷകളുടെ ഒരു കലണ്ടർ വന്നിട്ടുണ്ട്. കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാമിനേഷനും സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C&D എക്സാമിനേഷനും. ഈ 2 ഡേറ്റ് വന്നിട്ടുള്ളത്. ഒന്ന് സെപ്റ്റംബർ 8 പിന്നെ 9 മുതൽ 12 വരെ സ്റ്റെനോഗ്രാഫർ പരീക്ഷ. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സെപ്റ്റംബർ 12 മുമ്പ് എന്തായാലും CGL നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമുക്കറിയാം, ഇതിൻ്റെ മുമ്പിന് CGL നടക്കണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ച മിനിമം CGLൻ്റെ പരീക്ഷ നടക്കാൻ. ഇപ്രാവശ്യം കുറച്ച് 30 ലക്ഷത്തോളം ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും മിനിമം 2 ആഴ്ച പരീക്ഷ നടക്കേണ്ടി വരും. മിനിമം 2 ആഴ്ച പരീക്ഷ നടക്കണമെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 20 ആ സമയത്തെങ്കിലും പരീക്ഷ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 12 അപ്പോൾ ഒരു 1 വീക്ക് കൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ നമ്മുടെ അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഒക്കെ വന്ന് എക്സാമിനേഷൻ ഡേറ്റ് വന്ന് പരീക്ഷ ഒരാഴ്ച കൊണ്ട് ധൃതി കൂട്ടി എന്തായാലും നടക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ സെപ്റ്റംബർ 12 ശേഷം പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്കറിയാം, ഇത് കഴിഞ്ഞിട്ട് ഒരു സെലക്ഷൻ പോസ്റ്റിൻ്റെ പരീക്ഷയൊക്കെ ഉണ്ട്. സാധാരണ CGL എക്സാമിൻ്റെ മുമ്പാണ് സെലക്ഷൻ പോസ്റ്റ് നടക്കാറുള്ളത്. CGLൻ്റെ എല്ലാ പുതിയ വരുന്ന എന്തെങ്കിലും അപ്ഡേറ്റ് എല്ലാ പരീക്ഷകളും നടക്കുന്ന ഒരു പരീക്ഷയാണത് ഈ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ പരീക്ഷ കഴിഞ്ഞിട്ടാണ് CGL നടക്കുന്നതെങ്കിൽ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സെപ്റ്റംബർ 13 മുതൽ ചിലപ്പോൾ സെലക്ഷൻ പോസ്റ്റ് വരാം. അത് കഴിഞ്ഞാൽ ഒരു 20 ശേഷമൊക്കെ എന്തായാലും CGL പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ നിഗമനങ്ങളാണ്, ഒഫീഷ്യലായിട്ടൊന്നല്ല. ഒഫീഷ്യലായിട്ട് വന്നത് മാത്രമേ ഉള്ളൂ. സെപ്റ്റംബർ 12 വരെ വേറെ പരീക്ഷയുള്ളത് കൊണ്ട് സെപ്റ്റംബർ 12 ശേഷം ബാക്കിയുള്ള പരീക്ഷകൾ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അൺഒഫീഷ്യലായിട്ട് എന്താ പറയുക, ഗ്രൂപ്പുകളായിട്ട് അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ പല റിഫോംസും കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പരീക്ഷ നടത്താനുള്ള ഒരുപാട് പരിഷ്കാരങ്ങളുള്ളിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു എക്സാം ഡിലേ ആകുന്നതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പക്ഷേ എത്രത്തോളം സത്യമുണ്ട് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഈ CJP പ്രൊട്ടസ്റ്റ് പോലത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ നല്ല പ്രഷറുണ്ട് പരീക്ഷകളെല്ലാം വളരെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരും ചോദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, അപ്പോൾ നമ്മൾ SSC തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ, ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ കണ്ടു. നമ്മൾ കുറച്ച് ട്വിറ്ററിൽ കുറച്ച് ആൾക്കാർ പ്രൊട്ടസ്റ്റ് നടത്തുന്നതിൻ്റെ അപ്പുറത്തോട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ നീറ്റ് എക്സാമിൻ്റെ പ്രശ്നങ്ങൾ വന്നത് കാരണം, പ്രൊട്ടസ്റ്റ് കാരണം ഒരു മന്ത്രിക്ക് രാജിവെച്ച് പോകേണ്ടി വന്നതുകൊണ്ട് എന്തായാലും ഗവൺമെൻറ്റിന് നല്ല പ്രഷർ ഉണ്ടാവും. ആ ഗവൺമെൻറ്റിൻ്റെ പ്രഷർ താഴോട്ടും പോകുന്നതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് അത്യാവശ്യം നല്ല പ്രഷർ ഉണ്ടാവും. പ്രത്യേകിച്ച് നീറ്റിൻ്റെ സ്ഥാനത്ത് രാജിവെക്കേണ്ടി വന്നത് അതിൻ്റെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. പക്ഷേ ഈ SSC UPSC പോലത്തെ പരീക്ഷകൾ നടത്തുന്നത് അല്ലേ, SSC UPSC നടത്തുന്നത് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ് പറഞ്ഞാൽ മിനിസ്റ്ററിൻ്റെ അണ്ടറിലാണ് ഈ 2 ഡിപ്പാർട്ട്മെൻറ്റും. അതായത് ഈ SSC UPSC ഒക്കെ അത് നേരെ മിനിസ്റ്ററിൻ്റെ അണ്ടറിൽ വരുന്ന, അതായത് പ്രൈം മിനിസ്റ്ററിൻ്റെ അണ്ടറിൽ വരുന്ന മിനിസ്ട്രീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെ നേരിട്ട് അണ്ടറിൽ വരുന്നതായതുകൊണ്ട് അതിന് താഴെ എടുക്കുന്ന ആളുകൾക്ക് എന്തായാലും ഇപ്പോൾ ചെറിയൊരു പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വളരെ നല്ല രീതിയിൽ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസമാണ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. എന്തായാലും ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് SSC പറഞ്ഞ എക്സാമിനേഷൻ കലണ്ടർ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സെപ്റ്റംബർ തന്നെ ചിലപ്പോൾ അവർ ആ ഒരു കലണ്ടർ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി സെപ്റ്റംബറിൽ തന്നെ പരീക്ഷ നടത്തിയെന്നും വരാം കേട്ടോ. പുതിയ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ, പുതിയ സെൻറ്ററും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് അൺഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ കേട്ടോ. ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. എപ്പോഴും SSCൻ്റെ വെബ്സൈറ്റ് മാത്രം വിശ്വസിച്ചാൽ മതി. എന്തായാലും പരീക്ഷ നല്ല നിലക്ക് നടക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി പരീക്ഷ കുറച്ച് ഡിലേ ആയാലും കുഴപ്പമില്ല, നടക്കുന്ന എന്തായാലും മതി. വളരെ നല്ല രീതി വെറുതെ തട്ടിക്കൂട്ട് പരീക്ഷ നടത്തിയിട്ട് വളരെ അൺഫെയർ ആയിട്ട് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും, അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രശ്നങ്ങളും, ഒരുപാട് ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് ആവുന്ന കാര്യങ്ങളും, പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ Tier 2 കമ്പ്യൂട്ടറിൻ്റെ പേപ്പറൊക്കെ ഒരുപാട് ടഫാക്കിയിട്ട് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം അതെല്ലാം മാറി വളരെ നല്ല രീതിയിൽ പരീക്ഷ നടക്കും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ പുതിയ സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം നമുക്ക് പറയാം, അടുത്ത വർഷം NTA ഒക്കെ നീറ്റ് എക്സാം ഒക്കെ ഓൺലൈനായിട്ട് നടത്താൻ പോകും. അപ്പോൾ എന്തായാലും കുറച്ച് ഗവൺമെൻറ്റൊക്കെ ആയിട്ട് ഒരുപാട് സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എന്തായാലും SSC PSC പോലത്തെ പരീക്ഷകളൊക്കെ നടക്കും. അറിയാം, അങ്ങോട്ട് പരീക്ഷയുടെ സീസണാണ്. കാരണം ഒരുപാട് ബാങ്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അതുപോലെ തന്നെ SSCൻ്റെ പരീക്ഷകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പരീക്ഷ കേട്ടോ. പിന്നെ എപ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, പരീക്ഷ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പരീക്ഷ ഡിലേ ആയാലും പരീക്ഷ നടന്നിരിക്കും. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. പരീക്ഷ 2026 CGL പരീക്ഷ നടന്നിരിക്കും. അതെപ്പോൾ നടക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. എന്തായാലും എൻ്റെ ഇത് വെച്ചിട്ട് എന്തായാലും ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നാണ് കർഷകർക്ക് ഇപ്പോഴുള്ള കലണ്ടർ പ്രകാരം ഡേറ്റ്. അപ്പോൾ ഓഗസ്റ്റിൽ എന്തായാലും നടക്കില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. സെപ്റ്റംബറിൽ എന്തായാലും 12 ശേഷം ഇനി അടുത്ത് വരാൻ പോകുന്ന ഈ ആസ് പെർ കലണ്ടർ കേട്ടോ, ഇതൊക്കെ SSC അങ്ങോട്ട് മാറ്റാം. അതിൽ ഇത് കഴിഞ്ഞ ശേഷം സെലക്ഷൻ പോസ്റ്റ് പരീക്ഷ തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അതിന് മുമ്പ് CGL ഒക്കെ നടത്തിയാലൊക്കെ മതി. ഓക്കെ, എന്തായാലും സെപ്റ്റംബർ 12 ശേഷം അങ്ങനെയാണ് പോകുന്നത്. സെലക്ഷൻ പോസ്റ്റ് ആദ്യം നടക്കും, അത് കഴിഞ്ഞിട്ട് CGL വരുള്ളൂ. അപ്പോൾ നമുക്കറിയാം CHLൻ്റെ ഒന്നും നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. ഒരുപാട് കലണ്ടർ കാര്യങ്ങളൊക്കെ മാറാനുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ നോട്ടിഫിക്കേഷനൊക്കെ വരാനുണ്ട്. പതുക്കെ ഓരോന്നായിട്ട്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡിലേ നോക്കി. CHLൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. MTS കുറേ കാലത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് MTS റിസൾട്ട് വന്ന്. CHL എനിക്ക് തോന്നുന്നു ജൂൺ 25 തോന്നുന്നു ലാസ്റ്റ് ഈ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റും കഴിഞ്ഞ് ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞ്
ഓഗസ്റ്റായി, ഏകദേശം ഒരു 1.5 മാസത്തോളം കഴിഞ്ഞിട്ട് ഇപ്പോഴും എന്തിട്ടില്ല, റിസൾട്ട് വന്നിട്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോസ്റ്റ് ഡിഫറൻസ് കഴിഞ്ഞൊരു 10-15 ദിവസം കൊണ്ട് റിസൾട്ട് വരുന്നതാണ്. ഒരുപാട് ഡിലേ ഈ എസിൻ്റെ ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നല്ലതിന് വേണ്ടിയാണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതൊക്കെ ഞാൻ എക്സ്പെക്ടേഷൻ പറയുന്നതാണ്, നല്ലതിന് വേണ്ടിയായിരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഡിലേ ആയാലും കുഴപ്പമില്ല. ഈ ഏജൻസി വെച്ച് നല്ല രീതിയിൽ പരീക്ഷ നടത്തിയാൽ മതി. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇപ്രാവശ്യം എന്തായാലും SSC പരീക്ഷ നടക്കട്ടെ. എല്ലാവരും അവരുടെ പ്രിപ്പറേഷൻ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. പരീക്ഷ സെപ്റ്റംബറിൽ നടക്കും, ഒക്ടോബറിൽ നടക്കും, നവംബറിൽ നടക്കും എന്നൊക്കെ പറഞ്ഞ പല വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. ചിലപ്പോൾ നമുക്ക് പരീക്ഷ കുറച്ച് നീണ്ടു പോകുന്നത് കാണുമ്പോൾ നമ്മൾ കുറച്ച് അലസന്മാരാവാനുള്ള സാധ്യതയുണ്ട്. അത് വേണ്ട. എപ്പോഴും ഞാൻ പറയാനുള്ളത് നിങ്ങളോട്, പരീക്ഷ നാളെ നടന്നാലും നമ്മൾ റെഡി ആയിരിക്കണം. ഇപ്പോൾ SSC പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കൊണ്ടുവരാണ്, പരീക്ഷ അടുത്ത ആഴ്ച നടക്കും, ആഴ്ച തുടങ്ങും, നമ്മൾ പേടിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നാളെ പരീക്ഷയാണെങ്കിലും നമ്മൾ റെഡി ആയിരിക്കണം. അതിനുള്ള പ്രിപ്പറേഷനുമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതിൽ നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ ഓൺലൈൻ ഫ്രീ ക്രാഷ് കോഴ്സൊക്കെ ഇപ്പോൾ ഡെയിലി യൂട്യൂബ് ചാനലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, വൈകുന്നേരങ്ങളിൽ നിന്നും ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് നമ്മുടെ SSCൻ്റെ ഫീനിക്സ് ബാച്ച് ഉണ്ട്. ഫീനിക്സ് ബാച്ച് ഒക്കെ 100 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന ക്ലാസ്സാണ്. ഒരുപാട് കുട്ടികൾ അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് വളരെ നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കുട്ടികളോടൊക്കെ ചോദിച്ച് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഫീനിക്സ് ബാച്ച് ഉണ്ട്. MTS പരീക്ഷ വരാൻ പോകുന്നുണ്ട്. CHSL പരീക്ഷ പല ചോദിക്കാറുണ്ട്, CHSL വേണ്ടി കോഴ്സൊക്കെ ഉണ്ടോ? CHSL വേണ്ടി സെപ്പറേറ്റ് കോഴ്സ് നിങ്ങൾ എവിടെയും കിട്ടൂല കേട്ടോ. CGL CHSL പോലത്തെ പരീക്ഷകൾക്ക് ഒരേ സിലബസും ഒരേ എക്സാം പാറ്റേൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇനി CHSL സെപ്പറേറ്റ് ഒരു ക്ലാസ് ഒന്നും എവിടെയും കിട്ടൂല. CGL എന്താണോ ക്ലാസ്സിൽ അതിന് എന്താണ് CHSL നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്ക് SSCൻ്റെ ഫീനിക്സ് ബാച്ച് ആണ്. നിങ്ങൾ CHSL പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. പക്ഷേ MTS എക്സാമിലോട്ട് വരുമ്പോൾ കുറച്ച് ചെറിയ വ്യത്യാസമുണ്ട് സിലബസിലൊക്കെ. മാത്സ് റീസണിംഗ് ഒക്കെ ക്വാളിഫയിങ് പേപ്പർ ആയതുകൊണ്ട് MTSന് സെപ്പറേറ്റ് നമ്മൾ ഈ GK ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സെപ്പറേറ്റ് ബാച്ച് നമ്മൾ ഫാൽക്കൺ ബാച്ച് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും എന്താ വെച്ചാൽ അതിന് നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാം. അപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ MTSന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ഇപ്പോഴും നമ്മൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. നോട്ടിഫിക്കേഷൻ സമയത്ത് തുടങ്ങിയിട്ട് കാര്യമില്ല, കാരണം എന്താ അതൊക്കെ കുറേ ഡിലേ ആവും. പിന്നെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ കലണ്ടർ ഇങ്ങനത്തെ ഓരോരോ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. ഇങ്ങനത്തെ ഒഫീഷ്യൽ SSC സൈറ്റിൽ വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. ബാക്കിയുള്ള ഇങ്ങനത്തെ വരുന്ന ചാനലുകളൊക്കെ അൺഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനത്തെ ഒരുപാട് ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ വേണ്ടാത്ത ന്യൂസുകളൊക്കെ ഈ അടുത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിന് വേറെ വീഡിയോ ഞാൻ ചെയ്യാം. ഒരു എന്തൊക്കെയോ റിഫോംസ് കാര്യങ്ങളൊക്കെ SSCയിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടത്. അതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ വേറെ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ കലണ്ടറെ പറ്റി പറയണം. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ 12 വരെ, ഇപ്പോൾ ഓഗസ്റ്റ് 12 ആണല്ലേ, സെപ്റ്റംബർ 12 വരെ എന്തായാലും ഇല്ല. അപ്പോൾ ഒരു മിനിമം ഒരു 1 മന്ത് സമയം നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും സെപ്റ്റംബർ സെക്കൻഡ് ഹാഫിൽ മാക്സിമം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഇനി ഒക്ടോബറിലോട്ട് നവംബറിലോട്ട് പോകുന്നു ചോദിക്കരുത്, കാരണം അത് നമുക്ക് പറയാൻ പറ്റില്ല. SSC കലണ്ടർ ഒഫീഷ്യൽ ഔട്ടാകുന്നവരെ നമ്മളൊന്നും വിശ്വസിക്കേണ്ട. ഇപ്പോഴുള്ള കലണ്ടർ പ്രകാരം വിശ്വസിച്ചാൽ മതി കേട്ടോ. ഈ ഒരു ന്യൂസ് വന്നപ്പോൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. ഓൾ ദി ബെസ്റ്റ്.